ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ പുത്തഞ്ചിറ പഞ്ചായത്തിലെ ഹരിതകം അഗ്രോ ഫാംസിലാണ് നാം ഇന്ന്. ശ്രീമാൻ ജെയിംസ് മാത്യു ആണ് ഈ ഫാം നടത്തുന്നത്. 250-ലധികം ആടുകൾ, അതും വളരെ ശാസ്ത്രീയമായ രീതിയിൽ വളർത്തുന്നവ, 200-ലധികം പശുക്കൾ, എല്ലാ തരത്തിലുള്ള പച്ചക്കറി കൃഷികൾ എന്നിവയൊക്കെയാണ് ഈ ഫാമിലുള്ളത്. ഇവിടുത്തെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. നമസ്കാരം സാർ. മനോജ് ഇപ്പൊ ഏത് പോലീസ് സ്റ്റേഷനിലാണ്? ഞാൻ ആലപ്പുഴ ക്യാമ്പിലാണ്. ആലപ്പുഴയാണ് ക്യാമ്പിൽ. നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ഇല്ല. ഈ ആട് വളർത്തൽ തുടങ്ങിയിട്ട് എത്ര വർഷമായപ്പോഴേ? 10 വർഷം കഴിഞ്ഞു. 50 ഉണ്ട് അല്ലേ? 50 ഉണ്ട്. ഏതൊക്കെ ഇനങ്ങളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഉള്ളത് ജമുന പ്യാരി, സിരോഹി, ബീറ്റല്, അട്ടപ്പാടി ബ്ലാക്ക്, പിന്നെ മലബാറി, ഇതൊക്കെ ഉണ്ട്. വിവിധ ഇനങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു തീറ്റക്രമമൊക്കെ? തീറ്റ നമ്മൾ ഇവിടെ കിട്ടുന്ന പുല്ലൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. കൂടാതെ പച്ചക്കറി കടകളിൽ നിന്ന് ലഭിക്കുന്ന വേസ്റ്റ് കൊടുക്കാറുണ്ട്. പിന്നെ വാങ്ങിക്കുന്ന ഇതുപോലെ ഗോതമ്പ് തവിട്, അരിത്തവിട്, ഉഴുന്ന് തവിട്, പിന്നെ ആടുതീറ്റ, പുളിയരി, തേങ്ങാപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടി ചേർത്തൊരു മിശ്രിതമായിട്ടാണ് കൊടുക്കുന്നത്. ഈ ആടുതീറ്റയുടെ കൂടെ ഇതൊക്കെ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അത് പ്രത്യേകം എന്തെങ്കിലും കണക്ക് വെച്ച് കൊടുക്കുമോ? തിന്നുന്നിടത്തോളം കൊടുക്കും? ഇല്ല, ഞാൻ ശരാശരി മുതിർന്ന ആടുകൾക്ക് 600 ഗ്രാമും ശരാശരി ചെറിയ ആടുകൾക്ക് 300 ഗ്രാമും വെച്ച് കൊടുക്കും. അത് 5-6 ഒരു പാത്രത്തിൽ കൊടുക്കുകയാണോ? മുതിർന്ന ആടുകൾക്ക് മിക്കതിനും ഇൻഡിവിജ്വലായിട്ട് കൊടുക്കും. ബാക്കി ചെറിയ ആടുകൾക്കെല്ലാം കോമൺ ആയിട്ട് കൊടുക്കും. ആടിന് പെറ്റതിന് കറക്കലുണ്ടോ? കറവ നമ്മളൊരു 3 മാസത്തേക്ക് നോക്കാറേ ഇല്ല. അതിനുശേഷം മെയില് മാത്രമുള്ള ആൺകുട്ടികൾ മാത്രമുള്ളപ്പം നമ്മൾ അവരൊരു 4 മാസം കഴിയുമ്പോൾ പ്രത്യേക കൂട്ടിലേക്ക് മാറ്റാറുണ്ട്. അപ്പൊ ആ സമയത്തുള്ള പാല് നമ്മൾ കറന്നു. ഇതിനകത്ത് നിർത്തലേ ഉള്ളൂ, വെളിയിലോട്ട് അഴിച്ചു കെട്ടുവോ വിടുവോ? അല്ല, കൂടുതൽ സമയം നമ്മൾ ഇതിനകത്താണ് നിൽക്കുന്നത്. പിന്നെ പാടമൊക്കെ കൃഷി ചെയ്ത് എല്ലാം കഴിഞ്ഞ് പുല്ലൊക്കെ വളരുമ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു 1-2 മണിക്കൂർ അങ്ങോട്ട് മേയാനായിട്ട് വിടും. വേനൽക്കാലത്ത് മാത്രമേ ഉള്ളത്. കൃഷിയൊക്കെ കഴിഞ്ഞു. കൃഷി ഇല്ലാത്ത സമയത്തേ പറ്റുള്ളൂ. എല്ലാ സാധനങ്ങളും കടിക്കുമല്ലോ, ആളുകൾക്ക് ശല്യം ഉണ്ടാക്കുമല്ലോ. ഇതിന് വിപണനം എങ്ങനെയാണ്? വിപണനം കുഞ്ഞുങ്ങളെയാണ് പ്രധാനമായും വിൽപ്പന നടത്തുന്നത്. അത് തൂക്കാടിസ്ഥാനത്തിലാണ്. ഓരോ ആടിനും ഓരോ വില നിശ്ചയിച്ചിട്ടുണ്ട്. അതുപ്രകാരം ആളുകൾ വരും. ആട് വിൽപ്പനയിലൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ധാരാളം ആളുകൾ വരുന്നുണ്ട്. കിലോയ്ക്ക് നമ്മൾ സാധാരണ മലബാറിക്ക് ആകുമ്പോൾ 300 രൂപ, സിരോഹിക്കൊക്കെ ആകുമ്പോൾ 600 രൂപ വരെയുള്ള വിലയ്ക്കാണ് അത് എത്ര മാസമുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കും? 5 മാസം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ തന്നെ വിൽപ്പന. ഇറച്ചിക്ക് കൊടുക്കുന്നത് വളരെ ചുരുക്കമാണ്. തീരെ ഈ പിന്നെ ഇതുപോലെ ബ്രീഡ് ചെയ്യാനൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത മുട്ടനെ മാത്രമേ ഇറച്ചിക്ക് കൊടുക്കാറുള്ളൂ. അല്ലാതെ തന്നെ ബ്രീഡ് ചെയ്യുന്നതിനായിട്ട് ബ്രീഡിങ്ങിനാണ് കൊണ്ടുപോകുന്നത്. ആടുവർഗം പ്രചരിക്കുന്നതിന് നിങ്ങൾ സഹായിക്കുന്നുണ്ട്? തീർച്ചയായും. അസുഖങ്ങൾ വലുതൊക്കെ വരുന്നുണ്ടോ? അസുഖങ്ങൾ ആദ്യം ഈ അകിടുവീക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു പരിധിവരെ നിയന്ത്രിച്ചിട്ടുണ്ട്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം കൂടെ നമ്മൾ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് അലക്കുകാരം
ഒരു 10 വീര്യത്തിൽ കലക്കി മൊത്തം കഴുകി കൊടുക്കും. അകിട് കഴുകുമോ? അകിടല്ല, കൂട് കഴുകി. അതാണ് ഏറ്റവും ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ നല്ല ആയിട്ട് തോന്നുന്നത്. അതിനുശേഷം വളരെ കുറവാണ്. പിന്നെ ചെറിയ എന്തെങ്കിലും തൊലിപ്പുറത്തുണ്ടാകുന്ന ഇല്ല, അങ്ങനെ കഴുകാറില്ല. അതൊന്നും നമ്മൾ ഇത്രയും സമയം കളഞ്ഞുള്ള ജോലിക്കും പോകണം. ഈ അലക്കുകാരൻ വെള്ളം കലക്കി കൂട് കഴുകല, ആടിനെ കുളിപ്പിക്കൽ വലുതും. ആടിനെ ഒരു മാസത്തിൽ, വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഒരു മാസത്തിൽ 1-2 തവണ മാത്രം കുളിപ്പിക്കും. പിന്നെ സമയമുള്ളപ്പോഴൊക്കെ ഞാൻ ചീപ്പ് വെച്ചൊക്കെ ബ്രഷ് ചെയ്ത്. ഈ ആട് ഹീറ്റ് ആകുമ്പോഴേ അതിന് പ്രത്യേകം തിരഞ്ഞെടുത്ത് കൊണ്ട് ക്രോസ് ചെയ്യിക്കും. അത് അതിന്റെ എനം നോക്കിയിട്ട് എനം നോക്കി ക്രോസ് ചെയ്യിക്കുക. ഇവിടെ മുട്ടനാട് എത്ര ഉണ്ട്? ഇവിടെ ഇപ്പോൾ ഉള്ളത് യമുനാപ്പേരയുടെ ഒരു ക്രോസ് മുട്ടനുണ്ട്, പിന്നെ ബീറ്റലിന്റെ മുട്ടനുണ്ട്, പിന്നെ ഒരു സിരോഹിയുടെ ക്രോസ് മുട്ടനുമുണ്ട്. അപ്പൊ അതാത് എനം ഹീറ്റ് ആവുമ്പോ അതിനെ നോക്കി അല്ലെങ്കിൽ നല്ല ഇനമുള്ളടത്ത് കൊണ്ടുപോയി ക്രോസ് ചെയ്യും. പല ആടുകളും യമുനാപ്പാരിയുടെ ക്രോസ് കാണുന്നുണ്ട്. അതല്ല ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്കിപ്പോ ഈ ആട്ടും കാഷ്ടത്തിന് എങ്ങനെ വില കിട്ടുന്നുണ്ടോ? കാഷ്ടം ഞാൻ വിലക്ക് കൊടുക്കാറില്ല. എനിക്ക് പുല്ലിന്റെ കൃഷി, പുല്ല് ആട്ടിന് കൊടുക്കാനുള്ള പുൽകൃഷിക്ക് ഉപയോഗിക്കും. പിന്നെ പച്ചക്കറി കൃഷി. പക്ഷെ പല ആട് വളർത്തലുകാരുടെയും ആദായത്തിന്റെ ഒരു നല്ല ഭാഗം ആട്ടും കാഷ്ടം. അത് പ്രധാനമായിട്ട് ഈ ജാതിവിള ഉള്ളിടത്താണ് ഇതിന് നല്ല സാധ്യതയുള്ളത്. ജാതിവിള, റബ്ബർ. നമ്മളുടെ ഈ നാട്ടിൽ ആ ഒരു വിളയ്ക്ക് കുറവാൻ സാധ്യതയുള്ളത് കുറവാണ്. വിൽപ്പന സാധ്യത കുറവാണല്ലേ. ഈ പുതുക്കാടൊക്കെ ചിലരൊക്കെ വളർത്തുന്നുണ്ട്. അവരൊക്കെ ഇത് നല്ല ഡിമാൻഡായിട്ട് വലിയ പ്രീഷ്യസ് കാര്യമായിട്ട് അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതേ കൂടൊക്കെ ഒന്ന് കാണാം.
രാവിലെ എത്ര മണിക്കാണ് സാധാരണ തീറ്റ കൊടുക്കണേ? 8 മണി കഴിയുമ്പോൾ. 8 മണിക്ക്. മനോജ് ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കൊടുക്കും? മനേട്ടൻ രാവിലത്തെ കാലിത്തീറ്റ അത് കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ബാക്കി 9 മണിക്ക് ശേഷമുള്ള ഇതെല്ലാം ഞങ്ങൾ തന്നെയാണ്. 8 മണിക്ക് മുമ്പ് ഉള്ളത് പുള്ളി കൊടുക്കും. പുള്ളി കൊടുത്തിട്ടാ പോകും. കൊടുത്തിട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഞാനും അമ്മയും അച്ഛനും കൂടെ കൊടുക്കും. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ എപ്പോഴൊക്കെ കൊടുക്കും? ഒരു 8 മണിക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 8:45 9 മണിയാകുമ്പോൾ ഇതിട്ട് കൊടുക്കും. കായന്റെ തൊലി ഇട്ടു, കായയുടെ തൊലി. പിന്നെ പുല്ല് കെട്ടി കൊടുക്കും. ഒരു 10 11 മണിയാകുമ്പോൾ പുല്ല് മൊത്തം കെട്ടിയിട്ട് കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് ഒരു 3 മണിയാകുമ്പോൾ വീണ്ടും ഈ പുല്ല് തന്നെ കെട്ടിക്കൊടുക്കും. പിന്നെ വൈകുന്നേരം 6 മണിയോടുകൂടി ഫിനിഷ് ചെയ്യും. അപ്പോഴത്തേക്കും വരും പുള്ളിക്കാരൻ. വൈകുന്നേരം 6 മണിക്ക് എന്താ കൊടുക്കുക? കാലിത്തീറ്റ. പുളിയരി രാവിലെ കൊടുത്തതുപോലെ പുളിയരി വേവിച്ചല്ലേ കൊടുക്കണേ? പുളിയരി വേവിക്കും. അതിനകത്ത് വേറെ വല്ലതും ചേർക്കോ? ഉപ്പിടത്തില്ല. ഉപ്പിടത്തില്ല. ഈ മിനറൽ മിക്സ്ചർ ഇടുമായിരിക്കും. ഗോഡ് ഫീഡും മറ്റേ ചോളപ്പൊടി, ഉഴുന്ന് തവിട്, അരിത്തവിട്, അതൊക്കെ വേവിച്ചിട്ട് അത് ചേർക്കും. പുളിയരി മാത്രമേ വേവിക്കത്തുള്ളൂ. ബാക്കിയൊക്കെ ഗോഡ് ഫീഡ് കുതിരാനിടും. അരമണിക്കൂർ മുമ്പ് കുതിരാനിട്ടിട്ട് ബാക്കി കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. ഈ ഇലവർഗ്ഗങ്ങൾ എന്തൊക്കെ കൊടുക്കും? എല്ലാ ഇലയും കൊടുക്കും. എല്ലാ ഇലയും കൊടുക്കും. തെങ്ങിന്റെ ഓല കിടക്കണേക്ക് നല്ലപോലെ തിന്നുന്നുണ്ടല്ലോ. പ്രസവ സംബന്ധമായിട്ട് നമ്മുടെ എന്തെങ്കിലും ശ്രദ്ധ വേണോ ഇതിന്? പ്രസവിക്കാറാകുന്നതിന് ഞങ്ങള് താഴോട്ട് ഇറക്കാറില്ല. ആ 2 ദിവസം നമുക്കറിയാം അതിന്റെ ഇത്. അപ്പം ഞങ്ങള് താഴോട്ട് ഇറക്കാറില്ല. മേളിൽ തന്നെ കൂട്ടത്തിൽ തന്നെ ഇവരെ പുറത്തിറക്കി വിടും. ആ പ്രസവിക്കുന്ന സമയം കെട്ടിയിട്ടേ. പിന്നെ അമ്മയാണ് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. തന്നെത്താനെ കുടിക്കാൻ മടിയാണെങ്കിൽ കുപ്പിയിൽ കറന്നു കൊടുക്കുമോ? ചിലതിന് കൊടുക്കും. തീരെ മടിയുള്ളതിന് ആദ്യം 1-2 ദിവസം ഒരു ശ്രദ്ധ. 2-3 ദിവസം ഞങ്ങൾ തന്നെയല്ല. അതെ. ഇത് എന്ത് ഇനത്തിൽപ്പെട്ട ആടാണ്? ഇത് ബീറ്റൽ ഇനത്തിൽപ്പെട്ട ആടാണ്. എവിടെയുള്ള പഞ്ചാബാണ്. പഞ്ചാബാണ് ഉദ്ദേശം അല്ലേ? അത് ശരി. 1 വയസ്സാകുന്നേ ഉള്ളൂ. 1 വയസ്സാവുന്നേ ഉള്ളൂ. മുട്ടനാട്. ബീറ്റല് ഒരു ഫേമസ് ആടാണ്. വലിയ നീണ്ട ചെവിയാണ് അല്ലേ? ഇലകൾ പോലെ തോന്നും. ഞരമ്പുകളൊക്കെ ഒരു ഇലയുടെ പോലുള്ള കൊമ്പ് ഇങ്ങനെ ദൃഢമായിട്ടായിരിക്കും. കൊമ്പുകളായിരിക്കും. പിരിവൊന്നുമില്ല. ഒരിപ്പോ 1 വയസ്സ് അല്ലേ? 1 വയസ്സ്. ഇതോ ഈ പുള്ളിക്കുത്തുള്ളത്? ഇത് സിരോഹിയുടെ കുത്തിൽപ്പെട്ടാണ്. രാജസ്ഥാനാണ് ദേശം. രാജസ്ഥാനാണ്. നല്ല പ്രതിരോധ ശേഷി ഉണ്ട്. നമ്മുടെ ഇവിടെ ബ്രീഡായി കഴിഞ്ഞാൽ നല്ല പ്രതിരോധ ശേഷി ഉണ്ട്. അത് ഒരു ക്രോസ് ആണ്. സിരോഹിയുടെ ക്രോസ് ആണ്. അതിന് മേത്ത് പുള്ളിയുണ്ട്. അത് ശരിക്കും തെളിഞ്ഞില്ല. ഇതിന് നല്ല തെളിഞ്ഞു. തെളിഞ്ഞു. ശരിക്കും സിരോഹി പോലെ തന്നെ. അത് ഫേസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ പുള്ളി അങ്ങനെ വന്നില്ല. സിരോഹി രാജസ്ഥാൻകാരനാണ്. പാലെങ്ങനെയാണ് ഇതിനൊക്കെ? പാല് സാധാരണ മലബാറിൽ കിട്ടുന്ന 1.5 ലിറ്റർ വരെ പാല്. ഈ വലിയ മുട്ട എന്തിനാ? അത് ജമുനാപേരി ക്രോസ് ആണ്. മലബാറി ക്രോസ് ആണ്. വളർച്ച കിട്ടും. വലിപ്പം ഉണ്ടാകും. മലബാറിക്കാകുമ്പോൾ അല്പം കുറവായിരിക്കും. ഇങ്ങനെ ക്രോസ് ചെയ്തെടുത്താൽ നല്ല വലിപ്പം കിട്ടും. എന്ത് പ്രായമുണ്ട്? ഇവന് 3 വയസ്സ് കഴിഞ്ഞു. ക്രോസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഊർജ്ജസ്വലതയുള്ള ആളായിരിക്കും. പൊതുവെ പ്യുവറിനൊക്കെ എല്ലാ ബ്രീഡിനും പ്യുവർ ആണെങ്കിൽ കുറച്ചൊരു ഡൾ സ്വഭാവം. അത് ശരിക്കും ഒരു സിരോഹി. മേലാകുമ്പോ ഇച്ചിരി കളർ ചുമക്കും. പക്ഷെ അതിനാ ഡിസൈനൊക്കെ ശരിക്കും.
ഇതെന്താണ് ആടാണ്? ഇത് അട്ടപ്പാടിയാണ്. പൂർണ്ണ എവിടെ നിന്ന് കിട്ടി? 100% അല്ല. അപ്പൊ ഞാനിത് ഇങ്ങനെ ക്രോസ് ചെയ്തതിന്റെ ഇതായിട്ട് ഇതിന് സാധാരണ അട്ടപ്പാടി ബ്ലാക്കിന് ഒരു 400-450 മില്ലി പാലേ ഉൽപാദനം. ഇതിനൊരു 1.5 ലിറ്ററോളം പാൽ ഉൽപാദനം. പലവാരിയുടെ പാലുണ്ട്. പാലുണ്ട്, പക്ഷെ വലിപ്പം തീരെ കുറവാണ്. ഒരു 20 കിലോ 23 കിലോ വെയിറ്റ് ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ നല്ല പാല് നല്ല രോഗപ്രതിരോധ ശക്തിയല്ല, പ്രതിരോധ ശേഷിയുണ്ട്. നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട്. അട്ടപ്പാടിയിൽ മൊത്തം ഈ ആടാ. എന്തെന്നാണ് ഈ അരിയുന്നത്? ഇത് ഏത്തക്കൊലയുടെ കാളാമണ്ടൻ. കാളാമണ്ടൻ എന്ന് പറയും നാട്ടുഭാഷയിൽ. ഉപ്പേരിക്ക് എടുത്തതിന്റെ ബാക്കി ചിപ്സ് കടയിൽ നിന്ന് കൊണ്ടുവരും. അതിന്റെ നടുവിലത്തെ തണ്ട് കായുടെ. അതായത് ഇതാണ് ഇത് ഉണ്ടോ? അതിപ്പം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ ആടിന് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇഷ്ടമാണ്. ആടിനുള്ള ഉപ്പേരിയാ. അതെ, അത് ശരി. അതിങ്ങനെ പാത്രത്തിലിട്ട് കൊടുക്കും, അവര് തിന്നോളും. അമ്മ റവന്യൂ ഉദ്യോഗസ്ഥയല്ലായിരുന്നോ? അതെ. എവിടെ ഇരുന്നാ പെൻഷൻ പറ്റിയേ? ഞാൻ റെയിൽവേയുടെ ലാൻഡ് അക്വിസിഷൻ ഓഫീസിൽ ആലപ്പുഴ ഇരുന്നാണ് പെൻഷൻ പറ്റിയത്. 2000. അത് ശരി. 2000 മാർച്ചില്. ഇതൊരു ഉദ്യോഗസ്ഥരുടെ ആട് വളർത്തലാണ്. അമ്മ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, മകൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അച്ഛൻ റവന്യൂലാണ്. റവന്യൂല് മോന്റെ ഭാര്യ ടീച്ചർ, എല്ലാവരും അങ്ങനെ ഉദ്യോഗസ്ഥരാണ്. എല്ലാവരും ആടുവളത്തിന് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ആടുവളത്തിൽ തുടങ്ങാനിടയായത്? ഞാൻ പെൻഷനായപ്പം ഈ കുടുംബശ്രീ രൂപവത്കരിച്ച് 2 വർഷമായി. എന്നാലും എന്നെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചവര്, ഞാനും കൂടി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കുടുംബശ്രീ ഉൾപ്പെട്ട് കഴിഞ്ഞപ്പം ADS-ന്റെ സെക്രട്ടറി ആക്കി. അപ്പോഴേ ഈ സ്ത്രീകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങണമെന്നുള്ള ഒരു മിഷനിൽ നിന്ന് ഭയങ്കര നിർദ്ദേശം ഉണ്ടായി. അപ്പം ഞാനും മെമ്പറും കൂടെ ആലോചിച്ചു നമുക്ക് എന്താണോ ഇത് ചെയ്യേണ്ടത്. എന്നാലും ഞാൻ അങ്ങോട്ട് പറഞ്ഞു, സാറേ നമുക്ക് ഈ സ്ത്രീകൾക്ക് ആട് വളർത്തൽ ഇത് ഒരു സ്കീമായിട്ട് എടുത്ത് നമുക്ക് തുടങ്ങാം. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ചെറിയ വരുമാനം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തുടങ്ങാമെന്നും പറഞ്ഞ് ഹർഷൻ എന്ന മെമ്പറിൻ്റെ പേര്, അങ്ങനെ ഞാനും കൂടി അതിനെപ്പറ്റി സംസാരിച്ചു. അങ്ങനെ അത് പഞ്ചായത്തിൽ ചെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി. സമഗ്ര ആട് വളർത്തൽ യൂണിറ്റ് ഒന്ന് ഒരു അംഗീകാരം തന്നു. അങ്ങനെ ഞങ്ങൾ 15 പേരെ 5 പേര് വീതം അടങ്ങുന്ന 3 ഗ്രൂപ്പായിട്ട് 15 പേരെ കുരിയോട്ടുമല എന്താണ് ബഫല്ലോ ഒരാഴ്ചത്തെ ട്രെയിനിങ് തന്നു. അതും കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ഒരു 25,000 രൂപ വീതം ഓരോരുത്തർക്കും ലോണും തന്നു. അപ്പോൾ ഓരോ ഗ്രൂപ്പിനുമാണ് 5 പേരടങ്ങുന്ന ഗ്രൂപ്പിന്. അപ്പം 5 ആടെങ്കിലും ഒരാൾക്ക് വേണമെന്നുള്ളതായിരുന്നു അതിൻ്റെ നിബന്ധന. അങ്ങനെ ഞങ്ങളൊക്കെ തുടങ്ങി 2, 3, 4, 5 ഒക്കെ ആയിട്ട് തുടങ്ങിയതാണ്. എല്ലാവരും ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ അത് നിർത്തിക്കളഞ്ഞു. പെണ്ണുങ്ങളൊക്കെ ആടിനെ വിറ്റ് കാശൊക്കെ മേടിച്ചു. അടയ്ക്കാനുള്ളതൊന്നും ശരിക്കും അടച്ചില്ല. പിന്നെ ഞാനത് ബാക്കി അടച്ചത്. അങ്ങനെ പിന്നെ ഞാനത് തുടർന്നുകൊണ്ടിരുന്നു. മോനും അതിനകത്ത് ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ പഴയൊരു കാർഷിക കുടുംബമാണ്, ജോലി കിട്ടുന്ന എല്ലാ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോവുകയാണ്, കൊണ്ടുപോവുകയാണ്. 70 ആട് വരെയൊക്കെ ആയതാണ്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് ഒരു വിഷമവും ഇല്ല, ഇല്ലാത്ത കുഴപ്പമേ ഉള്ളൂ. ഓരോരുത്തരും വന്ന് വാങ്ങിച്ചോളൂ.
ഭൂമിഗീതം പരിപാടിയെ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആട് വളർത്തലിനെ പറ്റിയും അതിൻ്റെ സാമ്പത്തിക വശത്തെപ്പറ്റിയുമുള്ള കൂടുതൽ സംശയങ്ങളും ഉണ്ടെങ്കിൽ അവയും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുന്നില്ല. ശ്രീമാൻ ജെയിംസ് മാത്യുവിൻ്റെ ഡയറി ഫാം, അതായത് പശു വളർത്തലിനെ സംബന്ധിച്ച ദൃശ്യങ്ങളും കൃഷിയും ഒക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം.